ആലുവയിലെ ഭൂമി തട്ടിപ്പ് കേസിൽ പി.വി. അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. പാട്ടവകാശം മാത്രമുള്ള ഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്നാണ് ആരോപണം. അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. അതേസമയം പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും കെട്ടിടം പൊളിക്കാൻ സാധിക്കില്ലെന്ന് അൻവറും വ്യക്തമാക്കി. ആലുവ ഈസ്റ്റ് വില്ലേജ് നാവികസേനയുടെ ആയുധ സംഭരണശാല സമീപത്തെ 11.46 ഏക്കർ ഭൂമി അൻവർ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. പാട്ടവകാശം മാത്രമുള്ള ഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന ആരോപണത്തിൽ അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. കൊല്ലം സ്വദേശിയായ വ്യവസായിയും പ്ലാനറുമായ മുരുകേഷ് നരേന്ദ്രനാണ് പരാതിക്കാരൻ. 99 വർഷത്തേക്ക് ഹോട്ടൽ ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ട്രിബ്യൂണൽ ലേലത്തിൽ വെച്ചത്. പി.വി. അൻവർ മാനേജിംഗ് ഡയറക്ടറായ പി.വി.സ് റിയൽറ്റേഴ്സ് ഇന്ത്യ ഭൂമിയുടെ 99 വർഷത്തെ പാട്ടവകാശം സ്വന്തമാക്കുകയും പിന്നീട് ഇത് സ്വന്തം ഭൂമിയെന്ന നിലയിൽ നിയമവിരുദ്ധമായി നികുതി അടച്ച് സ്വന്തമാക്കിയെന്നാണ് ആരോപണം. ഇതേ ഭൂമി കോയമ്പത്തൂരിലെ SBI ശാഖയിൽ ഈടുവെച്ച് 14 കോടി രൂപ വായ്പയെടുത്തതായും പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. MLA ആയിരിക്കെ അൻവർ അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തി തട്ടിപ്പ് നടത്തുന്ന ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് വിജിലൻസ് ഡയറക്ടർ 2024 നവംബർ 19 അനുമതി തേടിയത്. ഡിസംബർ 24 സർക്കാർ അനുമതി നൽകി. അതേസമയം പിണറായി വിജയനല്ല ആര് വിചാരിച്ചാലും കെട്ടിടം പൊളിച്ചു നീക്കാൻ കഴിയില്ലെന്നും പി.വി. അൻവറും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.